മെത്രാപ്പൊലീത്തന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950 വർഷം നാം ആചരിക്കുന്ന സന്ദർഭമാണിത്. അദ്ദേഹത്തിൻ്റെ ഖബറിടം നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ നമുക്ക് അവസരമുണ്ടായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിന് നമുക്ക് ഈ ബസിലിക്കായിൽ അവസരം നൽകിയതായ കത്തോലിക്കാ സഭയുടെ ബിഷപ്പിനോടും അതുപോലെ ചുമതലപ്പെട്ട എല്ലാ വൈദിക ശ്രേഷ്ഠരോടും മറ്റെല്ലാവരോടും പ്രത്യേകമായ നന്ദി മലങ്കര സഭയുടെ പേരിൽ അറിയിക്കുകയും ചെയ്യട്ടെ. ആദ്യമായി മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യവുമെല്ലാം നമുക്ക് നൽകുന്ന പ്രധാനമായിരിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, വ്യക്തിപരമായിരിക്കുന്ന ബന്ധമാണ് വിശ്വാസത്തിൻ്റെ ദാർഢ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സമയം മുതൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മുറിവുകളെ കണ്ട് സ്പർശിച്ച് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാനുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ യേശുക്രിസ്തു അതിനു വേണ്ടി അവസരം നൽകി. അങ്ങനെ ആ വ്യക്തിപരമായ അനുഭവത്തെയാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നുള്ളതായ ആ പ്രഖ്യാപനത്തിൽ കൂടി താൻ ആദ്യമായി നമ്മൾക്ക് നൽകുന്നു. സംശയിച്ചവനായ തോമാ ശ്ലീഹായുടെ വിശ്വാസം ഏറ്റവും വലിയ ദൃഢമുള്ള വിശ്വാസമായി മാറി. അത് വ്യക്തിപരമായ ബന്ധം കൊണ്ടാണ്. വിശുദ്ധ കൂദാശകളെയും അനുഷ്ഠാനങ്ങളെയും ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുമ്പോൾ നോമ്പോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കുമ്പസാരവും കുർബാനാനുഭവവും മറ്റു കൂദാശകളും നാം പ്രാപിക്കുന്നതായ സമയത്ത് നമ്മുടെ എല്ലാ സംശയങ്ങളും മാറി വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമത്, തോമാ ശ്ലീഹായുടെ ആഴമായ ക്രിസ്തുവിനുള്ള സ്നേഹം ആഴമായിരിക്കുന്ന വളരെ സമർപ്പണത്തോടുകൂടിയുള്ളതായ കഷ്ടതയ്ക്ക് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. സ്നേഹവും സഹനവും തമ്മിലുള്ള ബന്ധം അതാ. ആഴമായ സ്നേഹം ആഴമായ സഹനത്തെ നൽകുന്നതാണ്. ഒരു മാതാവിന് തൻ്റെ കുഞ്ഞിനോടുള്ളതായ സ്നേഹത്തിൻ്റെ ആഴം, ആ മാതാവ് ആ കുഞ്ഞിന് വരുന്ന പ്രയാസങ്ങളിൽ കഷ്ടപ്പെടുന്നത് തന്നെ മറന്നുകൊണ്ടാണ്. യേശുക്രിസ്തുവിന് വേണ്ടി തന്നെ മറന്നിട്ടാണ് പറയുന്നത്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാമെന്ന് തൻ്റെ സഹശിഷ്യന്മാരോട് തോമാ ശ്ലീഹ. അതുതന്നെയാണ് തന്നെ എത്രമാത്രം ദൂരെയായിട്ട് സുവിശേഷം അറിയിക്കുവാൻ വിട്ടാലും അവിടെ ആ സുവിശേഷം അറിയിക്കുവാനും യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകുവാനും യാതൊരു മടിയുമില്ലാതെ താൻ വന്നത്. അപ്പോൾ തോമാ ശ്ലീഹായിക്ക് ദൈവം തമ്പുരാൻ നൽകിയതായ ആ വലിയ സ്നേഹം, ആ സ്നേഹത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടും ആഴമായ ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുവാനും ഇടയായി എന്നുള്ളത് നമുക്ക് ഒരു പാഠമാണ്. ക്രിസ്തീയ വിശ്വാസത്തിലും ക്രിസ്തീയ ജീവിതശൈലിയിലും നാം ഓരോരുത്തരും സഹനശക്തിയോടുകൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനുള്ളതായ ആഴമായ സ്നേഹം നമുക്കുണ്ടാകണം. സ്നേഹത്തിൻ്റെ തോതനുസരിച്ചാണ് സഹനത്തിൻ്റെയും തോതിരിക്കുന്നത് എന്നുള്ളത് സാധാരണ ഒരു സത്യമാണ്. ആ തത്വം തോമാ ശ്ലീഹ നമുക്ക് പഠിപ്പിച്ച വലിയ
സന്ദേശമാണ്. മൂന്നാമത്, എന്താണ് ഇപ്രകാരമുള്ളതായ തൻ്റെ സുവിശേഷ ദൗത്യത്തിൻ്റെ ലക്ഷ്യം? ആ ലക്ഷ്യമെന്ന് പറയുന്നത് ജീവകിരീടം പ്രാപിക്കുക എന്നുള്ളതാണ്. ക്രിസ്ത്യാനികൾക്കെല്ലാം നൽകുന്നതായ വലിയ സന്ദേശം യാക്കോബ് ശ്ലീഹ നൽകുന്നുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തിരഞ്ഞെടുത്താൽ. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്നുള്ളതാണ്. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ള മറന്നും മുന്നിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശു ഒരു പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അതാണ് ഫിലിപ്പ് ലേഖനത്തിൽ താൻ പറയുന്ന, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതുന്നതെങ്കിൽ തൻ്റെ മരണമെടുക്കുന്നതായ സമയത്ത് പറയുന്നത് 2 തിമോഥെയോസ് 4:7 നമ്മെ ഓർപ്പിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി മടഞ്ഞു വെച്ചു. പരിശുദ്ധനായ തോമാ ശ്ലീഹ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിച്ചു. തനിക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം പലതരത്തിലും ക്രിസ്തുവിൻ്റെ ഉപദേശമനുസരിച്ച് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കുവാൻ മനുഷ്യരെ കോണ്ടഫറോസ് രാജാവിനെയും മറ്റുള്ളവരെയും പഠിപ്പിച്ചു. ഫലം തനിക്ക് ജയിലും അവസാനം രക്തസാക്ഷിത്വവുമാണ് ഉണ്ടായത്. പക്ഷേ അതിൽ നിരാശനല്ല, നേരെ മറിച്ച് പ്രത്യാശയോടുകൂടി ജീവകിരീടം പ്രാപിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കും അത്തരമുള്ളതായിരിക്കുന്ന പരീക്ഷണങ്ങൾ വരുമ്പോൾ നിശ്ചയമായിട്ടും അത് ഒഴിവാക്കാൻ പാടില്ലല്ലോ എന്നുള്ള നിരാശയെന്നല്ല, നേരെ മറിച്ച് ഇത് മുഖാന്തരം എനിക്ക് ജീവകിരീടം പ്രാപിക്കും എന്നുള്ളതാണ്. ഇന്ന് കാലികമായി നമുക്കറിയാം, മണിപ്പൂരിൽ അനേകം ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളാകുന്നുണ്ട്. അവർ സഭയ്ക്ക് വേണ്ടിയും പള്ളിക്ക് വേണ്ടിയും രക്തസാക്ഷികളാകുന്നത് ക്രിസ്തുവിനുള്ളതായ സ്നേഹം മുഖാന്തരമാണ്. എന്തെല്ലാം പറഞ്ഞിരുന്നാലും ക്രിസ്തീയ വിശ്വാസം തള്ളിപ്പറയുവാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനുള്ളതായ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ആ രക്തസാക്ഷ്യം പ്രാപിച്ച് കിരീടം പ്രാപിക്കുകയാണ്. അവരോട് താതാമ്യപ്പെടുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തീയമായിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളായ ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിലെ റോമാ സാമ്രാജ്യത്തിലെ പിതാക്കന്മാരെയും സഹോദരന്മാരെയും നമുക്കറിയാം. അവരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ രക്തമാണ് സഭയുടെ വളമായി തീർന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ നാമും ഈ സാഹചര്യത്തിൽ രക്തസാക്ഷിത്വത്തിനും പീഡനത്തിനും ഇരയാകേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് മണിപ്പൂരിൻ്റെ വലിയ സന്ദേശം. അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. ഏത് കഷ്ടതകളെ നേരിടേണ്ടി വന്നിരുന്നാലും സഭയുടെ വിശ്വാസം കളയാതെ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നതിൽ കിരീടം പ്രാപിക്കുവാനുള്ളതായ ബോധ്യത്തോടുകൂടെ ആ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളോടൊപ്പം താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നമുക്കും ക്രിസ്തുവിൻ്റെ പാതയിൽ പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.